ഹായ് നമസ്കാരം. ലോക്ക്ഡൗൺ ആണ്. എല്ലാവരും ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ജയ്ഹിന്ദ് ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് കുറേ ക്രാഫ്റ്റും ഡ്രോയിങ്ങും പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിങ്ങൾ ചെയ്യണം. വളരെ ഈസിയാണ്. എല്ലാ മുതിർന്നവർക്കും കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ആദ്യം മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് വേണ്ടത് ഒരേപോലെ ഇരിക്കുന്ന കാർഡ്ബോർഡ് പീസ് വേണം. ഞാൻ എടുത്തിരിക്കുന്നത് സൺ പാക്ക് ഷീറ്റാണ്. നിങ്ങൾക്ക് നമ്മുടെ പോസ്റ്ററിലൊക്കെ വെക്കത്തില്ലേ, പരസ്യം വെക്കത്തില്ലേ, അങ്ങനെയുള്ള ഷീറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് വേണം. അല്ലെങ്കിൽ ബുക്കിൻ്റെ ബൈൻഡ് നല്ല കട്ടിയുള്ളത് ഒരേപോലെ ഉള്ളത് വേണം. അപ്പോൾ ഞാനൊരു 25 സെൻറ്റിമീറ്റർ നീളം, ഒരു 16-17 സെൻറ്റിമീറ്റർ വീത്ത് എന്നുള്ളൊരു അളവിൽ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നില്ല കേട്ടോ. ബുക്കിൻ്റെ ഒരു A4 സൈസിൻ്റെ വലുപ്പത്തിലുള്ള 2 പീസ്, ഒരേപോലെയുള്ള 2 പീസ് മസ്റ്റായിട്ട് വേണം. നിങ്ങൾക്ക് പിന്നെ അതിനകത്ത് വൈറ്റ് കളർ എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കാർഡ്ബോർഡ് എടുക്കുന്നെങ്കിൽ കളർ ചെയ്യാൻ കളർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ, ബ്രൗൺ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ എക്സ്ട്രാ കുറച്ച് കളർ പേപ്പേഴ്സ്, പിങ്ക് കളേഴ്സ് ഉണ്ട്, യെല്ലോ കളേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ അതത്രയും എടുത്ത് വെക്കുക. അതായത് 2 കാർഡ്ബോർഡ് ഷീറ്റ് വേണം. പിന്നെ അതിനകത്ത് ഉപയോഗിക്കാനുള്ള കളർ പേപ്പറോ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കളർ കൊടുക്കുന്ന പിങ്ക് കളറോ യെല്ലോ കളറോ ഗ്രീൻ കളറോ ടൈപ്പുള്ള 2-3 എക്സ്ട്രാ പേപ്പേഴ്സ് കൂടെ കരുതി വെക്കുക. ഇത്രയും കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു രസകരമായ സിമ്പിൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ഒരേ അളവിലാണ് കേട്ടോ, ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ അളവിൽ നമുക്ക് ഒരു ട്രീയുടെ എൻ്റെ തടി വരച്ച് വെക്കാം. എങ്ങനെയാണ് ഒരു ട്രീ കേട്ടോ, എങ്ങനെയാണ് ഒരു ട്രീയുടെ സാധനം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്ന് വരച്ച്, വളരെ സിമ്പിൾ അല്ലേ. ഉണ്ടോ, ഇവിടെ സി പോലെ വരയ്ക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് വരയ്ക്കുക, മുകളിലൊരു യു വരയ്ക്കുക. സി ആൻഡ് യു കണ്ടോ, ഇത്രയും വരയ്ക്കുക. സി ഇവിടെയാണ് സി കണ്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് സി ആൻഡ് യു, ഇത്രയും വരച്ചേക്കുക. എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒന്നിൽ മാത്രമേ വരയ്ക്കാവൂ കേട്ടോ. ഒന്നിൽ മാത്രമേ അത് വരയ്ക്കാവൂ. വരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ എടുക്കണം കേട്ടോ, കട്ട് ചെയ്തെടുത്തു. വളരെ ഈസി അല്ലേ. സി വരച്ചു, അതിൻ്റെ ഓപ്പോസിറ്റ് സി വരച്ചു, ആൻഡ് യു വരച്ചു, അത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നെക്സ്റ്റിൽ നമ്മൾ എടുത്ത് വെക്കുന്നത് അത് എക്സ്ട്രാ രണ്ടാമത്തെ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് ട്രേസ് ചെയ്യണം. ഇത് വെച്ചിട്ട് വേണം ട്രേസ് ചെയ്യാൻ. കാരണം എന്താ അറിയാമോ, നമുക്ക് സെയിം കിട്ടണം. നമ്മൾ 2 എണ്ണത്തിലും വരച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കിയാൽ പലപ്പോഴും ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ വരച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് വളരെ എളുപ്പം. അപ്പം ഒരേപോലെയുള്ള ഷേപ്പുള്ള 2 സാധനം കിട്ടും. കേട്ടോ, സിമ്പിൾ അല്ലേ. 2 ട്രീ പോലെയുള്ള സാധനം നമുക്ക് റെഡിക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് കളർ ഉണ്ടെങ്കിൽ കളർ അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ കളറില്ല, അതുകൊണ്ട് ഞാൻ നമ്മുടെ കളർ പേപ്പറിലേക്ക് ഇത് ഒട്ടിക്കുകയാണ്. കളർ പേപ്പർ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഗമ്മ് ചെയ്തിട്ട് ഞാൻ ഇതിങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്നു. നിങ്ങളത് കൃത്യമായി വരച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. വരച്ചിട്ട് ആ ഷേപ്പ് തന്നെ വെട്ടി ഒട്ടിക്കുന്നതായിരിക്കും കുറച്ച് എളുപ്പം. പക്ഷേ ഇത് വളരെ ഈസി സ്റ്റെപ്പാണ്, നമുക്ക് എളുപ്പപ്പണിയാണ്. നമുക്ക് ഗം വെച്ച് ഒട്ടിച്ചിട്ട് എക്സ്ട്രാ പാർട്ടുള്ളത് മാത്രം നമുക്ക് മുറിച്ച് കളഞ്ഞാൽ മതി. അങ്ങനെ അതിൻ്റെ 4 സൈഡും കൃത്യമായിട്ട് മുറിച്ച് മാറ്റണം. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ ചെയ്തത്, എൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒട്ടിക്കണം. ഇപ്പോൾ ഒട്ടിച്ചു. ഇതേപോലെ തന്നെ അടുത്തൊരു പീസും നമുക്ക് റെഡിയാക്കണം. കണ്ടോ, അപ്പോൾ അങ്ങനെ നമുക്ക് 2 പീസ് അപ്പുറവും ഇപ്പുറവും ബ്രൗൺ കളർ അടിച്ചിട്ട്, അല്ലെങ്കിൽ ഓറഞ്ച് കളർ അടിച്ചിട്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാം. ഓക്കെ, രണ്ടും ഇപ്പോൾ ഒരു വുഡിൻ്റെ കളറാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ബ്ലാക്ക് അടിക്കാം, അല്ലെങ്കിൽ വൈറ്റ് തന്നെ ചെയ്യാം. ബ്ലാക്ക്, ബ്രൗണ്, അങ്ങനെ എന്ത് ഷെയ്ഡ് വേണമെങ്കിലും, ഡാർക്ക് ഗ്രീൻ ചെയ്യാം.
നിങ്ങൾ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ കളർഫുൾ ട്രീ ആണെങ്കിൽ കളർഫുള്ളായിട്ട് അടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പേപ്പർ ഒട്ടിക്കാം, കളർ പേപ്പർ ഒട്ടിക്കാം. ഇത് രണ്ടും റെഡിയാക്കി വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, തൽക്കാലം ഇത് മാറ്റി വെക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ, ഒന്നാമത്തെ സ്റ്റേജാണിത്. ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ പേപ്പേഴ്സ് എടുത്തിട്ട് ആ പേപ്പറിൽ നമുക്ക് ലീവ്സ് വെട്ടണം. നമുക്കൊരു ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നീളമുള്ള, ഏകദേശം ഒരു 13 സെൻറ്റിമീറ്ററൊക്കെ നീളമുള്ള, ഒരു 10 അറ്റ്ലീസ്റ്റ് ഉണ്ട്, ഇത്രയുമുള്ള ഉണ്ടോ ഇങ്ങനെയുള്ള ലീവ്സ്, നല്ല ക്യൂട്ടായിട്ടുള്ള ലീവ്സ്. പല കളറിൽ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ല സിംഗിൾ കളറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പേപ്പർ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അത് മൾട്ടി കളറാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. പല പല കളറുള്ള ട്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഇതേപോലെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് മടക്ക് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രഷൻ കിട്ടും. അതിൻ്റെ സാധനമായി ഒരു ലീഫിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടോ, ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടോ. നിങ്ങൾക്ക് പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് അതിൻ്റെ സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഡിസൈൻസ് കൊടുക്കാം. അത് ഏറ്റവും ഭംഗിയാക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് വിട്ടുവന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സെൻറ്റർ ഒന്ന് മടക്കി അതിൻ്റെ നടുക്കുള്ള ഒരു ട്രീ പോലെയുള്ളത്, അങ്ങനെ ഒരു കുറഞ്ഞതൊരു 12 പീസെങ്കിലും നമുക്ക് വേണം. അത് ഓരോ ബ്രാഞ്ചിലും നമുക്കൊരു 3 വെച്ചിട്ട് 4 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 12 ഉണ്ട്. അപ്പോൾ 3, 4, 5, 6 എണ്ണമായിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഈ 12 എണ്ണവും ഒരേപോലെയുള്ള വലിപ്പത്തിലുള്ളതായിരിക്കണം, നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ളത് നമുക്ക് 12 കൂടി ചെയ്യാം, 12 കൂടുതൽ ചെയ്യാം. അപ്പോൾ ചെറിയ ലീവ്സ് എടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് 12 ബിഗും അതിൻ്റെ ചെറുതായിട്ടുള്ളത് വേറെ വേറെ കളറാണെങ്കിലും വേറെ സൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 6 എണ്ണം കിട്ടി. ഏഴ്, 8, 9, 10 എണ്ണം കിട്ടി. തൽക്കാലം നമ്മൾ 12 എണ്ണം വെക്കുന്നു. നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിതിൻ്റെ ഓരോ ബ്രാഞ്ചിലും ഇത് ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അതിനെ ഹൊറിസോണ്ടലായിട്ട് ഒന്ന് ഒട്ടിക്കണം ഫസ്റ്റ്. അടുത്ത് കണ്ടോ, ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അതേപോലെ തന്നെ അടുത്തതെല്ലാം ചെയ്യണം. അടുത്തതിൻ്റെ വേറൊരു പാറ്റേൺ നമുക്ക് ചെയ്യാം. കണ്ടോ, അപ്പം ഒന്നാമത്തത് ഇങ്ങനെ നമ്മൾ ചെയ്തു, രണ്ടാമത്തെ നമുക്ക് ഇങ്ങനെ ചെയ്തു. 2 സാധനം നമ്മൾ ഗ്ലൂ ഗൺ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ അതിൻ്റെ ഒരു ഗമ്മിൻ്റെ ഒരു നൂല് പോലെ കിടക്കുന്നത്. അതെല്ലാം മാറ്റി ക്ലിയർ ആക്കുക കേട്ടോ. ഇനിയാണ് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ വലിയ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നമുക്ക് നമ്മുടെ ഈ ഓരോ ട്രീയുടെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഏകദേശമുള്ളൊരു മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട്, ഏകദേശമല്ല നിങ്ങൾ അളവെടുത്തിട്ട് എത്രയാണ്, ഇപ്പോൾ 10 ആണെങ്കിൽ 5 എന്ന് കണ്ടിട്ട് അവിടെ ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. കണ്ടോ, സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ താഴ്വശത്തും ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. അതിൻ്റെ ടോപ്പ് വശത്തും ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യണം. 2 ട്രീയുടെയും സെൻറ്റർ കണ്ടുപിടിക്കുക, സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. അതിൻ്റെ ബോട്ടമിലും സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക, ടോപ്പിലും സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ അടുത്ത ട്രീയിലും അങ്ങനെ തന്നെ ചെയ്യുക. ഡോട്ട് ഇടുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തമ്മിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഒന്നാമത്തെ ട്രീയുടെ സെൻറ്റർ ടു ബോട്ടം, സെൻറ്റർ സ്റ്റെപ്പിൽ നിന്ന് അതിൻ്റെ താഴെ വരെയുള്ള പോയിന്റിലേക്ക് ഒരു ലൈൻ കൃത്യമായിട്ട്
കൃത്യമായ സ്ട്രെയിറ്റ് ലൈൻ തന്നെ കൊടുക്കുക. കണ്ടോ, സെൻറ്റർ ടു ബോട്ടം ലൈൻ വരെ കൃത്യമായ സെൻറ്റർ, ഒന്നാമത്തെ ട്രീക്ക്. ഓക്കെ, രണ്ടാമത്തെ ട്രീ ചെയ്യേണ്ടത് ടോപ്പ് ടു സെൻറ്റർ ലൈൻ വരയ്ക്കുക. മനസ്സിലായോ? സിമ്പിൾ സ്റ്റെപ്പാണ്. നമ്മൾ ഈ ട്രീയുടെ സെൻറ്റർ പോയിൻ്റ് തന്നെ പിടിക്കുക, ഏറ്റവും ടോപ്പിലും ബോട്ടമിലും മിഡിലും ഇങ്ങനെ പോയിൻ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഒരു ട്രീക്ക് നമുക്ക് സെൻറ്റർ പോയിൻറ്റ് ടു ബോട്ടം ലൈനിലേക്ക് വരയ്ക്കുക. നെക്സ്റ്റ് ട്രീയിൽ സെൻറ്റർ പോയിൻറ്റ് ടു ടോപ്പിലേക്ക് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈൻ മാത്രം നമുക്ക് ജസ്റ്റ് സീസർ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ ഉണ്ടോ, ആ ലൈൻ മാത്രം കട്ട് ചെയ്തു, ആ ലൈൻ മാത്രം. ഓക്കെ, അതേപോലെ തന്നെ താഴത്തെ കണ്ടോ, ഇവിടെ മാത്രം കട്ട് ചെയ്തു. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ട വളരെ ഈസി സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് ഈ മേളിൽ കട്ട് ചെയ്ത ട്രീയുടെ മേളിലോട്ട് നമ്മുടെ അടുത്ത ട്രീ പതുക്കെ കയറ്റി വെച്ച് ആ ഗ്യാപ്പ് പതുക്കെ താഴോട്ട് ഇറക്കിയാൽ മതി. കണ്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ട്രീ ആയിട്ട് മാറാം. നമുക്ക് എക്സ്ട്രാ ലീവ്സ് ഒക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത ബ്രാഞ്ചിലൊക്കെ ഒട്ടിച്ച് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കാം കേട്ടോ. എൻ്റെ ഇവിടെയൊക്കെ ബാക്കിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ലീവ്സൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കാം. ഈ ലീവ്സിൽ നമുക്ക് മെസ്സേജുകൾ എഴുതാം, നമ്മുടെ ഈ കൊറോണ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇതിന് നമ്മൾ അതിജീവിക്കും എന്ന് പറയുന്നിട്ടുള്ള ഓരോ മെസ്സേജുകൾ ഓരോ ലീഫിൽ എഴുതാം. നല്ല പോസിറ്റീവ് മെസ്സേജുകൾ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കുള്ള പോസിറ്റീവ് വൈബ് കിട്ടുന്ന തരമുള്ള മെസ്സേജുകൾ എഴുതാം. അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കിഡ്സ് റൂമിലൊക്കെ ഇത് വെക്കാം. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ടില്ലേ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രീ ആണ് കേട്ടോ. ഒരു ട്രീ, ഈ ഫാമിലി ട്രീ ആണ്. ഫാമിലി ട്രീ നമ്മൾ ചേർന്നുകൊണ്ട് കേട്ടോ, രണ്ട് പീസാണ്, രണ്ട് പീസും ചേർന്ന് ഒരു വലിയ ഭംഗിയുള്ള 3D ട്രീ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്, നമ്മൾ നല്ല ഫാമിലി ബോണ്ടുള്ള ഒരു സമയമാണിത്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കഴിയുന്ന ഒരു കാലമാണ്. അങ്ങനെ തന്നെ ആവട്ടെ എപ്പോഴും. അടുത്ത ലെറ്റർ നമുക്ക് വരയ്ക്കുന്നത് റാൻഡമായിട്ട് നമുക്ക് വരയ്ക്കാം. എച്ച് വരയ്ക്കാം. എച്ച് നമുക്ക് ഓർഡറിൽ പോയി ചിലപ്പോൾ തീരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ലെറ്റർ എച്ച് വരയ്ക്കാം. എച്ച് ഇങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കുന്നത്. എച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കണം. ഹാറ്റ് അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത്. എച്ച് ഫോർ ഹൗസ് നമുക്ക് വരയ്ക്കാം സിമ്പിളായിട്ട്. ഇതാ എച്ച് വരച്ചു, താഴെ ഒരു ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് എച്ചിൻ്റെ മുകളിൽ മാത്രം ഒരു ട്രയാങ്കിളിൻ്റെ പകുതി ഷേപ്പ്, ഒരു ആംഗിൾ ഷേപ്പ് ഉണ്ടോ. എന്നിട്ട് ഈ ലൈൻ്റെ അതേ പാരലൽ ലൈനിൽ ഇവിടെ ഒരു ലൈൻ വരയ്ക്കണം. എച്ച് വരച്ചു, ഒരു ലൈൻ ഗ്യാപ്പ് ഇട്ട് വരച്ചു, അതിന് താഴെ ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ആംഗിൾ ഇവിടെ വരച്ചു, ആ ലൈൻ്റെ അതേ പാരലൽ ഇവിടെ വരച്ചു. എന്നിട്ട് തമ്മിൽ കണക്ട് ചെയ്താൽ മതി. ഡോർ വരയ്ക്കുക, വിൻഡോ വരയ്ക്കുക, എയർ ഹോൾ വരയ്ക്കുക. എന്നിട്ട് ഇത് നല്ല ഓണം ഭംഗിയാക്കി ചെയ്താൽ മതി. ഒന്നുകൂടെ സ്റ്റെപ്പ് പറഞ്ഞു തരട്ടെ. വളരെ വളരെ ഈസി തന്നെയാണ്. അതായത് ഫസ്റ്റ് എച്ച് വരച്ചു, ഒരു ലൈൻ വരച്ചു, താഴെ ലൈൻ വരച്ചു, അതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പാക്കി നമ്മൾ മാറ്റിയെടുത്തു. ഇവിടെ ഒരു ആംഗിൾ വരച്ചു, അതേപോലെ ലൈനിൽ ഇവിടെ വരച്ചു. അത് കഴിഞ്ഞിട്ട് തമ്മിൽ കണക്ട് ചെയ്തു, വരച്ചു. ഏറ്റവും നല്ല ക്യൂട്ടായിട്ടൊരു ഡോർ വരച്ചു. ഇവിടെ ഒരു വിൻഡോ വരച്ചു. ടൈൽഡ് ഹൗസ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഉണ്ടോ, ഈസി ആയിട്ട്, വളരെ ഈസി അല്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഹൗസാണ് കേട്ടോ. അപ്പോൾ എ ഫോർ ആൻഡ്, ബി ഫോർ ബേർഡ്, സി ഫോർ ക്യാറ്റ് വരച്ചു. അപ്പോൾ നമ്മൾ ഡി വരച്ചില്ല, അതിന് പകരം നമ്മളെന്താണ് എച്ച് വരച്ചു. എച്ച് ഫോർ ഹൗസ് വരച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ ലെറ്റേഴ്സും വരയ്ക്കാം. എല്ലാ ലെറ്റേഴ്സും വരയ്ക്കുന്നത് മാത്രമല്ല, ഇത് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാം. എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുന്നത്? അപ്പം എക്സാമ്പിൾ നമ്മൾ ഇത്രയും വരച്ച ലെറ്റേഴ്സിനകത്ത് അപ്പം നമ്മൾ ആദ്യം ആൻഡ് വരച്ചില്ലേ, എ,
എ വരച്ച് കഴിഞ്ഞു, ആൻഡ് വരച്ചു. വെച്ചിട്ട് നമുക്ക് താഴെ നമുക്ക് വേണമെങ്കിൽ നിൽക്കുകയാണ്. എവിടെയാണ് ലീഫ് ഉള്ളത്? ദാ ഇങ്ങനെ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മേളിൽ മൗണ്ടനൊക്കെ വരച്ച് ഏറ്റവും ഭംഗിയാക്കി വരയ്ക്കാം, റെഡിയാക്കി വെക്കാം. ഉണ്ടോ? അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. അപ്പം ഇവിടെ വേണമെങ്കിൽ ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്കൊരു H4 ഹൗസ് വരയ്ക്കാം. ഉണ്ടോ? അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന പടങ്ങൾ പിക്ചർ കൊണ്ട് തന്നെ ഏറ്റവും സൂപ്പറായിട്ട് നമുക്ക് ഇത് വരച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു സാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരാടാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുകയാണ്. ഉണ്ടോ? അങ്ങനെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വളരെ ക്യൂട്ടായിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് പിക്ചർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എ വരച്ചു, A4 ആൻഡ് വരച്ചു, B4 ബേർഡ് വരച്ചു, C4 ക്യാറ്റ് വരച്ചു, നമ്മൾ പിന്നെ H4 ഹൗസ് വരച്ചു. നമ്മൾ എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ടൊരു പടം വരച്ചു. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അടുത്ത ലെറ്റേഴ്സിനെ പരിചയപ്പെടാം. വളരെ ഈസിയാണ് കേട്ടോ. ചിലർക്ക് അറിയായിരിക്കും, ചിലപ്പോൾ ചിലർ അറിയാവുന്നവർ കൂടുതൽ ബെറ്ററാക്കി വരയ്ക്കുക, കൂടുതൽ നല്ല ക്രിയേറ്റീവ് സാധനങ്ങൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെഗ്മെൻറ്റുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ലെറ്റേഴ്സ് ബാക്കി പഠിക്കാം. റെഡിയാണല്ലോ? നമ്മൾ എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു, ഡി പഠിക്കാം. ഡി വരച്ചു. ഡി വരച്ച് കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ഇതായ ഒരു സ്റ്റെപ്പ് പോലെ ഒരു സാധനം ഫ്രണ്ട് വരയ്ക്കുക കേട്ടോ. സ്റ്റെപ്പ് പോലെ നമ്മൾ സ്റ്റെപ്പ് വരയ്ക്കത്തില്ലേ, ഇങ്ങനെ സ്റ്റെപ്പ് വരയ്ക്കത്തില്ലേ, ആ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ സ്റ്റെപ്പ് വരയ്ക്കില്ലേ, ആ സ്റ്റെപ്പ് പോലെ ഒരു സ്റ്റെപ്പ് വരച്ചിട്ട് താഴെ ലൈൻ വരയ്ക്കുക, അതിനൊരു കണ്ണാക്കുക, ഒരു മൂക്ക് വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഒരു ചെവി വരയ്ക്കുക. ഇത്രയുമാണ് ഇതിനകത്ത് ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളായിട്ട് വരച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഒരു സി വരയ്ക്കുക, അവിടെയും ലൈൻ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ നിന്നൊരു ടെയിൽ വരയ്ക്കുക, ഇതങ്ങോട്ട് ഷാഡോ ചെയ്യുക. നമ്മുടെ D4 ഡോഗ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? വളരെ ഈസി ആയിട്ടുണ്ടാകുന്ന ഒരു കാർട്ടൂണിക് ഡോഗാണ് നമ്മൾ വരച്ചത്. എങ്ങനെയാണ് വരച്ചത് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട് വരയ്ക്കുന്ന സാധനമാണ്. അതുണ്ടോ? നമുക്ക് ഡി വരച്ചിട്ട് ഒരു സ്റ്റെപ്പ് പോലെ ഒരു ഫേസ് വരച്ചു. കണ്ടോ? ഇങ്ങനെ ഡോഗൊക്കെ വെളിയിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ? കാരണം ആരും വെളിയില്ല, അപ്പോൾ ഡോഗ്സ് മാത്രമേ ഉള്ളൂ റോഡിലൊക്കെ. അതുകൊണ്ട് എല്ലാ ഡോഗ്സ് എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതേ കാല് വരച്ചു, എന്നിട്ട് സി വരച്ചു. കേട്ടോ? സ്ട്രീറ്റ് ഡോഗാണ്. കണ്ടോ? വളരെ ഈസി ആയിട്ട് വരയ്ക്കുന്നില്ലേ? D4 ഡോഗ്. കണ്ടോ? അപ്പം നമുക്ക് അടുത്ത ലെറ്ററിലിട്ട് പോകാം. അടുത്ത ലെറ്റർ അതും അതുപോലെ തന്നെ വളരെ ഈസിയാണ്. ഈ വരയ്ക്കുമ്പോൾ നമ്മളൊരു സി പോലെ വരച്ചാൽ നമ്മുടെ പടത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു ഷേപ്പിലേക്ക് വരും. ഇങ്ങനെ വരയ്ക്കുക, ഒരു സി പോലെ കണ്ടോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആ മിഡിൽ ലൈൻ മാത്രം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. മാറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ലൈൻ, ചെറിയൊരു സാധനം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കാർട്ടൂണിക് വരച്ചു. അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു 3. അത് കഴിഞ്ഞിട്ട് ഈ ലൈൻ വന്നിട്ട് ദാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ മുട്ടിക്കുക. അത് കഴിഞ്ഞ് ദാ ഇങ്ങനെ ഡി കൊടുക്കുക, ചെറിയ സ്മോൾ ഹെയർ കൊടുക്കുക. നമ്മുടെ എലിഫൻറ്റ് സാർ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ബോഡിയും കൂടെ വരയ്ക്കാം. ബോഡി വരയ്ക്കുന്നത് എങ്ങനെയാണ്? ദാ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഉണ്ടോ? നിങ്ങൾക്ക് പാടാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇതൊക്കെ ഫേസ് മാത്രം വരച്ചാൽ മതി. താഴെ ഗ്രാസിൽ വരയ്ക്കുക. കണ്ടോ? വളരെ ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു എലിഫൻ്റാണ്. ഒന്നുകൂടെ ഞാൻ വരച്ച് കാണിക്കാം. അപ്പം നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ വരച്ചാൽ മതി. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ വരച്ചു, ലൈൻ ഈ വരച്ചു, വരച്ചിട്ട് ആ ലൈൻ മാത്രം എക്സ്റ്റെൻഡ് ചെയ്തു. 2 ലൈൻ വരച്ചു, ഒരു കണ്ണ് വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, തമ്മിൽ കൂട്ടിമുട്ടിച്ചു, ഒരു ഡി വരച്ചു, സ്മോൾ ഹെയർസ് വരച്ചു, എന്നിട്ട് ഇങ്ങനെ വരച്ചു, കണ്ടോ? വെച്ചിട്ട് 1 2 1 2 3 കാലും വരച്ച് ഒരു വാലൂടെ വരച്ച നമ്മുടെ സാറ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? അപ്പം നമ്മൾ വളരെ സ്മാർട്ടായിട്ടാണ് നമ്മൾ വരച്ചു തുടങ്ങിയത്. A for ant, B for bird, C for cat, D for dog, E for elephant. ഉണ്ടോ? ഇത്ര നമ്മൾ വരച്ചു. H for house വരച്ചിട്ടുണ്ട് അല്ലേ? ഇത്രയും നമ്മൾ വരച്ചു. ഇനി നമ്മൾ അടുത്ത ലെറ്ററിലോട്ട് പോകാം. അപ്പം നമുക്ക് ഇത്രയും നിങ്ങൾ കാണാൻ പഠിച്ചില്ലേ? വളരെ ഈസി അല്ലേ? അപ്പം നമ്മൾ ഇനി അടുത്തത് കൃത്യമായ ഓർഡർ തന്നെ പോകണമെന്നില്ല. അപ്പോൾ ടി വരയ്ക്കാം. ടി വരയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടി വരച്ചിട്ട് ഈ ടീനെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്കൊരു ട്രീ ആക്കി മാറ്റാം. ഉണ്ടോ? ഇങ്ങനെ ഒരു ക്ലൗഡ് പോലെ മേൽ വരയ്ക്കുക, എന്നിട്ടൊരു യു ഷേപ്പോടെ വരയ്ക്കുക, എന്നിട്ട് അതേപോലെ ലൈനിൽ കൊണ്ടുവരിക. ഉണ്ടോ? സിമ്പിൾ ട്രീ ആയില്ലേ? ഉണ്ടോ? ഇത്ര സിമ്പിളാണ് ട്രീ. ഒന്നുകൂടെ ഞാൻ പറയാം. ടി വരയ്ക്കുന്നു, മേളിലൊരു ക്ലൗഡ് പോലെ സാധനം വരയ്ക്കുന്നു, ഒരു യു ഷേപ്പ് വരയ്ക്കുന്നു, ട്രീയുടെ ലൈൻ വരയ്ക്കുന്നു. ഉണ്ടോ? നല്ല ട്രീ ആയി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ എന്താ വരയ്ക്കാം. കേട്ടോ? അങ്ങനെ മനോഹരമായൊരു ട്രീ ആയിട്ട് നമുക്ക് ഈ പിക്ചറിനെ മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വരച്ച് പഠിച്ചത് T for ട്രീ വരച്ചു, E for എലിഫൻറ്റ് വരച്ചു, ആൻഡ് D for ഡോഗ് വരച്ചു. അപ്പം ഇതെങ്ങനെ നമുക്ക് ക്ലബ് ചെയ്ത് വരയ്ക്കുന്നത് നോക്കാം. നമ്മൾ E for എലിഫൻറ്റിനെ E for എലിഫൻറ്റ് നമ്മൾ വരച്ചു. ആൻഡ് കുറേ ടീ വരച്ചു. ആ ടീ നമുക്ക് ട്രീ ഫോറസ്റ്റിൽ കൂടെ ഇങ്ങനെ നമ്മുടെ എലിഫൻറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഇങ്ങനെ തന്നെ നമുക്ക് ഓരോന്നും ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ക്ലബ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും നല്ല പിക്ചറായിട്ട് സാധനങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു സൺ ചോദിക്കുകയാണ്, സാറ് എവിടെ പോവാണ് എന്ന് ചോദിക്കുകയാണ്. ലോക്ക്ഡൗൺ അല്ലേ, ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ, വെളിയിറങ്ങി നടന്നാൽ കൊറോണ പിടിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ വളരെ രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇപ്പോൾ നമ്മൾ എലിഫൻറ്റ് വരച്ചു, ടീ കൊണ്ട് ട്രീ വരച്ചു, സൺ വരച്ചു, ബാക്കി നമുക്ക് ചെയ്തു. പിന്നെ എക്സ്ട്രാ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മൗണ്ടനൊക്കെ വരച്ച് ഏറ്റവും രീതിയിൽ ഭംഗിയാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ വരച്ച് പഠിക്കണം. എഫ് വെച്ചിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് സ്റ്റാർട്ടിങ് എന്തായിരിക്കാം? എല്ലാവരും പെട്ടെന്ന് ഫ്ലാഗ് പറയും അല്ലേ? നമുക്ക് ഫ്ലാഗിന് ഓപ്ഷൻ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫിഷിനെയും വരയ്ക്കാൻ പറ്റും. ഫിഷ് F അതിനെ സ്ക്വയർ ആക്കുക, എന്നിട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഉണ്ടോ? ഇനി സെൻറ്റർ പോട്ട് കൊടുക്കുക, ഒരു സ്പോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കുക, അതിനെ ഡെക്കറേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ ആർക്ക് വരിക, ഒരു കണ്ണ് വരയ്ക്കുക, ഒരു സ്മൈലി ഫേസ് വരയ്ക്കുക,
എഫ് ഫോർ ഫിഷ് ഉണ്ടോ? എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ച് പഠിക്കുന്നത്. എങ്ങനെയാണ് എഫ് വരച്ചു, അത് കഴിഞ്ഞിട്ട് എഫ് വരച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് അതിനെ ഒന്ന് സ്ക്വയർ ആക്കുക. സ്ക്വയർ ആക്കി കഴിഞ്ഞിട്ട് നമ്മളത് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുണ്ടോ, ഇങ്ങനെ വരയ്ക്കുക. ഒരു കണ്ണ് വരയ്ക്കുക, ഒരു സ്മൈലി ഫേസ്, ബബിൾസ് വരയ്ക്കുക. ഇങ്ങനെ രസകരമായിട്ട് അതിനെ സൂപ്പറാക്കുക. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? എഫ് ഫോർ ഫിഷ്. നമുക്ക് അടുത്തൊരു ലെറ്റർ കൊണ്ട് വരയ്ക്കാം. അപ്പം എഫ് കഴിഞ്ഞു. അതേപോലെ ലെറ്റേഴ്സിൻ്റെ ഇങ്ങനെ ലെറ്റേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാം. ഇങ്ങനെ എത്ര വേണമെങ്കിലും Z വരെ വരയ്ക്കാം, നമ്പേഴ്സ് വെച്ച് വരയ്ക്കാം. നമുക്ക് ടൈപ്സ് ഓഫ് ട്രീസ് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ടൈപ്സ് ഓഫ് ട്രീസ് ഇതാ ഇങ്ങനെ 2 ലൈൻ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് ഒരു യു വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മേളിൽ ഒന്നാമത്തെ ട്രീ കണ്ടോ? സിമ്പിളായിട്ടല്ല വരയ്ക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ട്രീ എങ്ങനെ വരയ്ക്കുന്നത്? ഒരു യൂടെ കൊടുത്താൽ മതി ഇവിടെ. കണ്ടോ? ഒന്നാമത്തെ ട്രീ നമ്മൾ വരച്ചു, തടി കൂടിയ ഒരു ഷേപ്പ് മാത്രമുള്ള രണ്ടാമത്തെ ട്രീ വരച്ചു. കണ്ടോ? അതിൻ്റെ മൂന്നാമത്തെ ട്രീ അതേപോലെ തന്നെ വേറൊരു ട്രീ വരയ്ക്കാം. ഒരു ക്രിസ്മസ് ട്രീ പോലെയുള്ള ട്രീ വരയ്ക്കാം. കേട്ടോ? എത്ര സിമ്പിൾ ടൈപ്സ് ഓഫ് ട്രീസ്. നമുക്ക് ഒരേ ട്രീയുടെ മെത്തേഡിൽ വരയ്ക്കുന്നതാണ് ഈ 2 ട്രീയും. ഉണ്ടോ? മറ്റേ ട്രയാങ്കിൾ ഷേപ്പ് കൊണ്ട് ഈസി ആയിട്ട് സൈഡ് വരയ്ക്കാൻ പറ്റുന്നതാണ് അടുത്ത ട്രീ. ഇത് അങ്ങനെ ഡിഫറെൻ്റ്. ആ ഫസ്റ്റ് ട്രീയുടെ കൂട്ട് തന്നെ, ഫസ്റ്റ് അതേ ട്രീയുടെ മെത്തേഡിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് വരച്ചാൽ, ഇത്രയും കൂടെ വൈഡായിട്ട് വരച്ച് ഒരു 2-3 യൂടെ അതിനകത്ത് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ബ്രാഞ്ചസ് മേളിൽ കൂടി ഇങ്ങനെ വന്നാൽ ആ ട്രീക്ക് നമുക്ക് ബനിയൻ ആൽമരം എന്ന് ട്രീ എന്ന് പറയാം അല്ലേ? ആൽമരം നമുക്ക് സൂപ്പറായിട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഉണ്ടോ? അപ്പം ഇങ്ങനെ വളരെ കാർട്ടൂണിഷായിട്ട് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലെറ്റേഴ്സ് ഡ്രോയിങ് കൊണ്ട്, നമ്പേഴ്സ് വെച്ചുകൊണ്ട്, സിംഗിൾ ലൈൻ വെച്ചുകൊണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിട്ട് മാറട്ടെ. അപ്പോൾ വീണ്ടും നമ്മൾ വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മളിങ്ങനെ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ള ക്രിയേറ്റീവ് കാലമായിട്ട് ഈ കൊറോണ കാലം മാറട്ടെ. അപ്പം ഇനിയും കാണുന്നവരെ ഗുഡ് ബൈ.